നമോ ഭഗവതേ വാസുദേവായ. ദശകം 3 ശ്ലോക 1. പടന്തഃ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തഃ രൂപം തേ വരദ കഥയന്തഃ ഗുണകഥാഃ ചരന്തഃ യേ ഭക്താഃ ത്വയി ഖലു രമന്തെ പരം അമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവ അഭലിഷതാൻ. പടന്തഃ മീൻസ് ചൊല്ലുന്നവൻ, നാമാനി ഭഗവാന്റെ നാമകീർത്തനങ്ങൾ, പ്രമഥ പരമാനന്ദത്തെ, ഭര നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന, സിന്ധൗ സമുദ്രം, നിപതിത മുഴുകുന്നവർ, സ്മരന്തക സ്മരിക്കുന്നവർ, രൂപം ശരീരം, തേ ഭഗവാന്റെ, വരദ ഭക്തന്മാർക്ക് വരം നൽകുന്നവൻ, കഥയന്തക കഥകൾ പറയുന്നവൻ, ഗുണകഥാഹ ഗുണങ്ങളെ വിവരിക്കുന്ന കഥകൾ, ചരന്തക എപ്പോഴും, യേ ഏത്, ഭക്താഹ ഭക്തന്മാർ, ത്വയി ഭഗവാനിൽ, ഖലു മുഴുവൻ, രമന്തെ രമിച്ചിരിക്കുന്നവർ, പരം അപരവർ, അമൂൻ ലയിച്ചിരിക്കുന്നവർ, അഹം ഞാൻ, മന്യേ അങ്ങനെയുള്ളവർ, ധന്യാൻ ശ്രേഷ്ഠർ, സമധിഗത എല്ലാ വിധത്തിലും, സർവസ്വവും, അഭലിഷതാൻ ആഗ്രഹം തോന്നിക്കുന്നത്. പടന്തോ നാമാനി പ്രമദപരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താ ത്വയി ഖലു രമന്തെ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഇവിടെ ഒരു ഭക്തി പ്രാർത്ഥന കൊണ്ടുള്ള ഏത് വിധത്തിലാണ് അത് പ്രയോജനം ചെയ്യുന്നു എന്നതാണ് പരാമർശിക്കുന്നത്. ഇവിടെ ഭഗവാന്റെ നാമകീർത്തനങ്ങൾ ചൊല്ലുന്നവർക്ക് പരമാനന്ദം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. അവർ ആ സമുദ്രത്തിൽ മുഴുകുമ്പോൾ ഭഗവാനെ സ്മരിക്കുന്ന ആ നിമിഷം, ആ ശരീരം, ആ ഭഗവാന്റെ ലയിച്ചിരിക്കുന്ന ആ ശരീരം ഭക്തന്മാർക്ക് ഭഗവാൻ വരം നൽകുന്നു. ഭഗവാന്റെ കഥകൾ പറയുന്നവർക്കും ഗുണങ്ങൾ വിവരിക്കുന്ന കഥകൾ പറയുന്നവർക്കും എപ്പോഴും ഭഗവാൻ അവർക്ക് സന്തോഷത്തെ കൊടുക്കുന്നു. ഭഗവാനിൽ മുഴുവൻ രമിച്ചിരിക്കുന്നവർക്ക്, ഭഗവാനിൽ ലയിച്ചിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരായി മാറുന്നു. എല്ലാ വിധത്തിലും സർവവും ആഗ്രഹം തന്നെ സഫലീകരിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹം ഭഗവാൻ ആ ഭക്തന്മാർക്ക് നൽകുന്നു. ഇവിടെ ഒരു ഭക്തി പ്രാർത്ഥന എങ്ങനെയാണ് ഒരാൾക്ക് ഗുണം ചെയ്യുന്നു എന്നതാണ് പറയുന്നത്. താങ്ക് യു.